ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ വർഷിപ്പ് സീരീസിൽ നിങ്ങളോടൊപ്പം ചേർന്ന് അല്പം സമയം ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ ഒരുമിച്ച് ആഗ്രഹിക്കുന്നു. വചനം ഇങ്ങനായി പറയുന്നത്, ഹല്ലേലൂയ, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഹല്ലേലൂയ. അടുത്ത വാക്യം ഒരു വചനം കൂടെ അതിനെ ബന്ധപ്പെടുത്തി പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായി തീരുന്നു. ഇന്ന് എനിക്ക് എന്നെക്കൊണ്ടൊന്നും സാധ്യമല്ല, ഇനി എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല, നിരാശയോടെ വേദനയോടെ ആയിരിക്കുന്നെങ്കിൽ, ഒരു മുറിയുടെ ഏകാന്തതയിൽ ആയിരിക്കുന്നവരുടെ ഈ ആരാധനയിൽ നിങ്ങൾ പാടുന്ന പാട്ടുകളിൽ ഒന്നാണ് നിങ്ങളോട് ദൈവിക ദൂതറിയിക്കാനുള്ളത്. ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ വഴിയിൽ ഉപേക്ഷിക്കുന്ന അനേകർ കാണും. നിങ്ങളെ വേണ്ടാന്ന്, നിങ്ങളെ നിന്ദിച്ച് അകറ്റി മാറ്റിയ അവസ്ഥകളിൽ നിന്ന് കരം പിടിച്ച് നിങ്ങളെ ഉയർത്തുവാൻ യേശുവിന് മാത്രമേ സാധ്യമാവുള്ളൂ. അങ്ങനത്തെ ചില പാട്ടിൻ്റെ ഈരടികൾ ഒരു ദൈവവചന ദൂതായി പാടി നിങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരുമിച്ച് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സെരുബാബേലിൻ മുൻപിലെ പർവ്വതമേ, നീ സമഭൂമിയായിടും നിശ്ചയമായി. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മ ശക്തിയാലിന്ന്. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മ ശക്തിയാലിന്ന്. സെരുബാബേലിൻ മുൻപിലെ പർവ്വതമേ. കർമ്മേലിൻ മലമുകളിൽ എലിയാവെ പോലെ ഞാൻ, കർമ്മേലിൻ മലമുകളിൽ എലിയാവെ പോലെ ഞാൻ ആത്മശക്തിയാലെ പ്രാർത്ഥിച്ചിടുമ്പോൾ തീ കൊണ്ടു തരമരുളിയിടുമേ. ആത്മശക്തിയാലെ പ്രാർത്ഥിച്ചിടുമ്പോൾ തീ കൊണ്ടു തരമരുളിയിടുമേ. സെരുബാബേലിൻ മുൻപിലെ പർവ്വതമേ, നീ സമഭൂമിയായിടും നിശ്ചയമായി. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മ ശക്തിയാലിന്ന്. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മ ശക്തിയാലിന്ന്. ഒരുമിച്ച് ചേർന്ന് പാടാമോ ഞങ്ങളുടെ കൂടെ? അസ്ഥിയും താഴ്വരയിൽ യസ്കേനെ പോലെ ഞാൻ അങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ തീ കൊണ്ട് ഉത്തരമരുളുന്നൊരു ദൈവമുണ്ട്. നിന്റെ പ്രശ്നത്തിന്റെ, നിന്റെ പ്രതികൂലത്തിന് നടുവിൽ നിന്നെ ശക്തീകരിക്കുവാൻ യേശു ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ മേഖലകളിലും ദൈവം വിടുതൽ അയക്കാൻ പോകുന്നു. അസ്ഥിയും താഴ്വരയിൽ യെസ്കേലെ പോലെ ഞാൻ, അസ്ഥിയും താഴ്വരയിൽ യെസ്കേലെ പോലെ ഞാൻ ആത്മശക്തിയാലെ പ്രവചിച്ചിടുമ്പോൾ അസ്ഥികൾ സൈന്യമായി എഴുന്നേൽക്കുമേ. ആത്മശക്തിയാലെ പ്രവചിച്ചിടുമ്പോൾ അസ്ഥികൾ സൈന്യമായി എഴുന്നേൽക്കുമേ. സെരുബാബേലിൻ മുൻപിൽ പർവ്വതമേ, നീ സമഭൂമിയായിടും നിശ്ചയമായി. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മ ശക്തിയാലിന്ന്. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മ ശക്തിയാലിന്ന്.
കാരാഗ്രഹത്തിൻ നടുവിൽ പൗലോസിനെ പോലെ ഞാൻ, കാരാഗ്രഹത്തിൻ നടുവിൽ പൗലോസിനെ പോലെ ഞാൻ ആത്മശക്തിയാലെ ആരാധിച്ചിടുമ്പോൾ ബന്ധനമെല്ലാം അഴിഞ്ഞിടുമേ. ആത്മശക്തിയാലെ ആരാധിച്ചിടുമ്പോൾ ബന്ധനമെല്ലാം അഴിഞ്ഞിടുമേ. സെരുബാബേലിൻ മുൻപിലെ പർവ്വതമേ നീ സമഭൂമിയായിടും നിശ്ചയമായി. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മ ശക്തിയാലിന്ന്. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മ ശക്തിയാലിന്ന്. സെരുബാബേലിൻ മുൻപിൽ പർവ്വതമേ നീ സമഭൂമിയായിടും നിശ്ചയമായി. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മ ശക്തിയാലിന്ന്. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മ ശക്തിയാലിന്ന്. ഹല്ലേലൂയ. ദൈവത്തെ സാന്നിധ്യത്തോടെ ദൈവസ്നേഹത്തോടെ സ്തുതിക്കുവാൻ ആർക്കും ഇന്ന് പകൽക്കാലം ഈ നിമിഷം ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തെ ശക്തിയോടെ സ്തുതിച്ചാൽ, കാരാഗ്രഹത്തിന്റെ നടുവിലായിരുന്നാലും തീച്ചൂടിയുടെ മധ്യത്തിലായിരുന്നാലും അവിടെ ഇറങ്ങി വന്ന് നിന്നെ വിടിയിപ്പാൻ ശക്തനായ ഒരുവൻ മാത്രമേ ഉള്ളൂ. കാൽവറിയിൽ നിനക്ക് വേണ്ടി മരിച്ച ആ യേശുവിന്റെ സാന്നിധ്യം അത് തിരിച്ചറിയുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ സാന്നിധ്യം ചലിച്ചു തുടങ്ങും. ആ വിശ്വാസത്തോടെ നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അക്കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. കാരാഗ്രഹത്തിന്റെ അവസ്ഥയിൽ തീച്ചൂടിന്റെ മധ്യത്തിൽ നമ്മളായിരുന്നാലും അവിടെ നാലാമനായി ഇറങ്ങുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാലാമനായി ഇറങ്ങണമെങ്കിൽ ആഴമായൊന്ന് ദൈവത്തെ സ്നേഹിക്കുവാൻ, ആഴമായൊന്ന് അവനിൽ വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു വിടുതലിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടും. ഹല്ലേലൂയ. സെരുബാബേലിന്റെ മുന്നിലെ പ്രശ്നങ്ങൾ അല്ലെ സമഭൂമിയാക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. പാട്ടുകാരൻ ഇങ്ങനെയാണ് പറഞ്ഞ, പക്ഷേ അതാകണമെങ്കിൽ ഒറ്റ കാര്യം മാത്രം, യേശുവിലൊന്ന് ആഴമായി വിശ്വസിക്കണം. യേശുവിലൊന്ന് ആഴമായി വിശ്വസിക്കുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് അനുഗ്രഹങ്ങൾ വെളിപ്പെടുവാൻ തുടങ്ങും. ഹല്ലേലൂയ. പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നത്, ആഴമാർന്ന സ്നേഹമേ, ഹല്ലേലൂയ, ആരിലും ശ്രേഷ്ഠമായി ആരിലും ശക്തമായി നിന്നെ ഉപയോഗിക്കുവാൻ യേശുവിന് മാത്രമേ സാധ്യമാകുള്ളൂ. ഒരു വചനത്തിൻ്റെ ഒരു വെളിപ്പാട് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുമ്പിൽ നിൽക്കുന്നവരെ ശ്രദ്ധിക്കുവാൻ ലോകമുണ്ട്. ഹല്ലേലൂയ. പുറകിൽ നിന്ന് വിഷമങ്ങൾ അറിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നസ്രയനായ നാമും ഞങ്ങളും നിങ്ങളും വിശ്വസിക്കുന്ന യേശുവിന് മാത്രമേ കഴിയുള്ളൂ. മുമ്പിൽ നിൽക്കുന്നവരെ ഒരു സ്റ്റേജിൽ ഒരു പ്രാസംഗികൻ നിൽക്കുമ്പോൾ ആ പ്രാസംഗിനെ ശ്രവിക്കുവാൻ ഒത്തിരി പേർ 500,000-10,000 കാണും. പക്ഷേ അതിൻ്റെ ഇടയിൽ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയമായി അനേകരുണ്ടാകും. പക്ഷെ അവരെ ശ്രദ്ധിക്കുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അതിൻ്റെ യേശു മാത്രമാണ്. ഹല്ലേലൂയ. പുറകിൽ നിൽക്കുന്നവനെ മുമ്പിൽ കൊണ്ടുവരുവാൻ യേശുവിന് മാത്രമേ പറ്റുകയുള്ളൂ. ഇന്ന് ഞങ്ങളുടെ ഈ ആരാധനയിൽ പങ്കുചേരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഞങ്ങളെ ശ്രവിക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഞങ്ങൾക്കൊന്നു മാത്രമേ പറയാനുള്ളൂ, ആഴമായി നിന്നെ സ്നേഹിക്കുവാൻ ഒരുവന് മാത്രമേ കഴിയുള്ളൂ, അതിൻ്റെ നസ്രയനായ യേശു മാത്രമാണ്. ആ പാട്ടിൻ്റെ ചില ഈരകൾ പാടി നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം. ഹല്ലേലൂയ.
ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. മാന്നീർത്തോടിനായി കാംക്ഷിക്കും പോലെ ആത്മാവിനാൽ എൻ്റെ ഉള്ളം ദാഹിക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ആ ദൈവ സാന്നിധ്യത്തിൽ ഒന്ന് അടുത്തിരിക്കുവാൻ കൊതിയുള്ള പ്രിയ സഹോദര സഹോദരി, ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ആ മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കി അവനിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. മണ്ണീർത്തോടിന കാംക്ഷിക്കുമ്പോ ആത്മാവിന ദാഹിക്കുന്നേ, മണ്ണീർത്തോടിന കാംക്ഷിക്കുമ്പോ ആത്മാവിന ദാഹിക്കുന്നേ, ആ ജീവനീ എനിക്കേകിരണേ, യേശുവേ ഞാൻ നിന്റെ ദാനം, ആ ജീവനീ എനിക്കേകിരണേ, യേശുവേ ഞാൻ നിന്റെ ദാനം. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. പാഴായിപ്പോയെന്ന് കരുതാതെ, ഹല്ലേലൂയ, എന്നെ ആർക്കും വേണ്ടാന്ന് ഇന്നാ പാത്രമായെന്ന് കരുതാതെ വിശ്വസിക്ക്, യേശുവിന്റെ കൂടെ ഉണ്ട്. പാഴായിപ്പോയതിനെ ഹല്ലേലൂയ നല്ലതായി ശ്രേഷ്ഠ കരങ്ങളിൽ എടുത്ത് മാനിക്കുവാൻ യേശുവിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിന്റെ മേൽ നിന്ന് വെളിപ്പെടുത്താൻ പോവുകയാണ്. ആ സ്നേഹത്തോടെ നമുക്ക് പാടി സ്തുതിക്കാം. പാഴായിപ്പോയി എന്ന് കരുതാതെ പരിശുദ്ധനായവന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ പാഴായിപ്പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിന മനഞ്ഞിടണേ, പാഴായിപ്പോയോ മൺപാത്രം ഞാൻ ആത്മാവിന മനഞ്ഞിടണേ, ആ കുശവൻ കയ്യിലേകിന്നിതാ ഒരു മാനപാത്രമായി മാറ്റിടണേ, ആ കുശവൻ കയ്യിലേകുന്നിതാ ഒരു മാനപാത്രമായി മാറ്റിടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ,
ശക്തമാ ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോ ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയേറ്റുന്നു. ഈ നിമിഷവും ഒരിക്കൽ കൂടെ അങ്ങേ പാടി സ്തുതിക്കുവാൻ പ്രിയ മകനുമൊത്ത് ഈ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തന്ന നല്ല അവസരത്തിനായി ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്ന കർത്താവേ, ഈ ഗാനത്തിൻ്റെ ഈരടികൾ ഞങ്ങൾ ചേർന്ന് പാടിയത് ചില ഉടഞ്ഞ ഹൃദയത്തിന് ആശ്വാസമാകുവാൻ, പാഴായിപ്പോയെന്ന് ഹല്ലേലൂയ വിഷമിച്ച് കരുതുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും മുൻപോട്ട് പോകുവാൻ ഈ പാട്ടിൻ്റെ ഈരടികൾ അവർക്കൊരു ധൈര്യമായി തീരട്ടെ എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ഗാനത്തിൻ്റെ ഈരടികൾ കേൾക്കുന്ന ഓരോരുത്തർക്കും ജീവിതത്തിലൊരു മാറ്റമുണ്ടാകുവാൻ, സ്നേഹിക്കുന്ന ഞങ്ങളെ കരുതുന്ന ഒരു യേശുവുണ്ട്, ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പർവ്വതം പോലുള്ള വിഷയങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഞങ്ങളുടെ സഹോദരമുണ്ട്, അവിടെ വിശ്വസിച്ച് യേശുവിൻ്റെ മേൽ ആ വിഷയത്തിൻ്റെ നടുവിൽ എൻ്റെ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ അവിടെ പുതുവഴികളെ പുതു നന്മകളെ ഞങ്ങൾ കണ്ടു തുടങ്ങുന്ന ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെ ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവം ഒരു അനുഗ്രഹമായി തീരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം കേൾക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.